We shall now discuss the time taken by the projectile to reach the maximum height. അപ്പോൾ ഈ പാരബോളിക് പാത്തിലെ മാക്സിമം ഹൈറ്റ് എത്താൻ എത്ര സമയം എടുക്കും? അതായത് ടൈം ഓഫ് അസെൻറ്റ് അല്ലെ, ഇങ്ങനെ കയറി പോവാൻ ആ ഹൈറ്റ് എത്താൻ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ. അപ്പോൾ ഇതിന് ലെറ്റ് ക്യാപിറ്റൽ എച്ച് ബി ദ മാക്സിമം ഹൈറ്റ് ആൻഡ് സപ്പോസ് ദാറ്റ് ദ ഹൈറ്റ് ഈസ് റീച്ച്ഡ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി എം ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷൻ്റെ വൈ കമ്പോണൻ്റ് എഴുതി. അപ്പോൾ വി വൈ ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ടി. ഇനി അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി എം ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്. വെലോസിറ്റി യു വൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റാണ്, യു സൈൻ തീറ്റയാണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദെൻ വാട്ട് എബൌട്ട് ദ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി? ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റിക്ക് ഇങ്ങനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. വി എക്സ് ഈസ് ഈക്വൽ ടു യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0 ആവുന്നു അറ്റ് ദി മാക്സിമം ഹൈറ്റ്. അറ്റ് എച്ച് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി വി വൈ ഈക്വൽ ടു 0. വെർട്ടിക്കൽ കമ്പോണൻ്റ് ഈസ് റെഡ്യൂസ് ടു 0. അതുകൊണ്ടാണ് അത് ഫർദർ മുകളിലേക്ക് പോകാണ്ട് താഴത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളതിൽ വി വൈ 0 എന്ന് കൊടുത്തു. യു വൈ എന്നുള്ളത് യു സൈൻ തീറ്റ, എ വൈ എന്നുള്ളത് മൈനസ് ജി, ടൈം ടി എം. അപ്പോൾ ഈ മൈനസ് ടേമിനെ ഇങ്ങോട്ടെടുക്കുമ്പോൾ ജി ടി എം ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. സോ ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ് ഈസ് യു സൈൻ തീറ്റ ബൈ ജി. ഇതാണ് മാക്സിമം ഹൈറ്റ് എത്താൻ എടുത്ത സമയം. അപ്പോൾ ദിസ് ഈസ് ദ ടൈം ഓഫ് അസെൻറ്റ് അല്ലേ, മുകളിലേക്ക് എത്താൻ ടൈം ഓഫ് അസെൻറ്റ്. ഇനി ഇതേപോലെ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ഡിസെൻറ്റ്? ഇത് തിരിച്ചെത്താൻ എത്ര സമയം എടുക്കും? ഇറ്റ് വിൽ ബി ദ സെയിം ബിക്കോസ് ദ പാരബോള ഈ സിമെട്രിക് ആയതുകൊണ്ട് ദ ടൈം ഓഫ് അസെൻറ്റ് വിൽ ബി ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്. എത്ര സമയം മുകളിലേക്ക് പോവാൻ എടുത്തോ അത്രയും സമയം തന്നെയാണ് ഡിസെൻഡ് ചെയ്യാനും താഴത്തേക്ക് വരാനും എടുക്കുന്നത്. ടൈം ഓഫ് അസെൻറ്റും ഡിസെൻറ്റും ഈസ് ദ സെയിം, യു സൈൻ തീറ്റ ബൈ ജി തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ ടു ട്രാവൽ ദ പാരബോളിക് പാത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ. ഈ ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 2Tm ദാറ്റ് ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഫോർമുല അല്ലേ. ടൈം ഓഫ് ഫ്ലൈറ്റിന് കിട്ടിയ ഫോർമുല 2u സൈൻ തീറ്റ ബൈ ജി ആണ്. അപ്പോൾ എത്ര സമയം മുകളിലേക്ക് പോകാനെടുത്തോ അത്രയും സമയം തന്നെയാണ് താഴത്തേക്ക് എടുക്കുന്നത്. കാരണം ദ പാരബോള ഈസ് സിമെട്രിക്. ഓക്കെ, സോ യൂസിങ് ദ ഫോർമുല വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ആ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി 0 ആവുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി we can show that the path of the projectile is a parabola എന്ന് കാണിക്കാൻ we can use the equation for displacement. അതായത് നമുക്കറിയാം എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിൻ്റെ നമുക്ക് എക്സ് കമ്പോണൻ്റ് എഴുതുകയാണെങ്കിൽ എക്സ് എന്ന് എടുക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. എ എക്സ് എന്നുള്ളത് 0 ആണ്. ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈ 0. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ടി, ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ടി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. ഇനി ഇതേപോലെ വൈ കമ്പോണൻ്റ് ഓഫ് ദിസ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു സൈൻ തീറ്റ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ വൈ എന്നുള്ളത് മൈനസ് ജി ടി സ്ക്വയർ ആണ്. ഇനി ടി എന്ന് ഉള്ളതിന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് for t from equation 2. ടീൻ്റെ വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് y ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. അങ്ങനെ തന്നെ എഴുതി. ഇനി ടി എന്നുള്ളതിന് പകരം ഇത് എഴുതണം എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി എന്നാണ്, ജി ബൈ 2 പിന്നെ ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ളതിന് പകരം എന്ത് എഴുതണം? എക്സ് സ്ക്വയർ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ അല്ലേ.
ടി സ്ക്വയർ എന്നുള്ളതിന് പകരം എക്സ് സ്ക്വയർ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതി. അപ്പോൾ ഇതിനെ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് വൈ ഈസ് ഈക്വൽ ടു യുവും ക്യാൻസലായി സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ ഒരു ടാൻ തീറ്റ വന്നു. വൈ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എക്സ് മൈനസ് ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. തീറ്റ എന്നുള്ളത് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എറിയുന്നു. ഇനീഷ്യൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ജീൻ്റെ വാല്യൂ 9.8 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മൈനസ് ജി ഇൻറ്റു 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് ഈ ജി യു തീറ്റ ഓൾ ആർ കോൺസ്റ്റൻറ്റ്സ്. These are all constants. അപ്പോൾ the above equation is of the form y is equal to ax plus bx square where a and b are constants. a എന്നുള്ളതിന് പകരം tan തീറ്റ, bക്ക് പകരം മൈനസ് ജി ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ദിസ് ഇസ് ഇക്വേഷൻ ഓഫ് എ പാരബോള. അതുകൊണ്ട് വി സേ ദാറ്റ് ദ പാത്ത് ഓഫ് ദ പ്രൊജക്റ്റൈൽ ഈസ് എ പാരബോള. ഈ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് y ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ ആണ്. സോ ദിസ് ഷോസ് ദാറ്റ് ദ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് എ പാരബോള.